ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൗണ്ടൻ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു ഷോപ്പിനെ കുറിച്ചിട്ടാണ്. അത് എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. ഈ മൗണ്ടൻ സ്റ്റോണിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം നാച്ചുറൽ സ്റ്റോണുകളുടെ ഒരു വലിയ സെലക്ഷനും വലിയൊരു കളക്ഷനും അവിടെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള മൗണ്ടൻ സ്റ്റോൺ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ സ്റ്റോണുകളാണ് അല്ലെങ്കിൽ ടൈലുകളാണ് ക്ലാഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള വെറൈറ്റി സംഭവങ്ങളാണ് ഇതിനകത്തുള്ളതെന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെറൈറ്റിയിലായിട്ടുള്ള കുറേ അധികം സ്റ്റോണുകൾ ശരിക്കും അവൈലബിൾ ആണ്. ഇതിൽ നാച്ചുറൽ സ്റ്റോണുകളിൽ നമ്മൾ കരിങ്കല്ല് കൊണ്ടുള്ളത്, അതുപോലെ തന്നെ മഞ്ഞ കളറിലെ കല്ലുകൾ കൊണ്ടുള്ളത്, അതുപോലെ തന്നെ പല ഡിസൈനിലുള്ളത്, അങ്ങനെയെല്ലാം അവരത് ചെയ്തെടുത്തിട്ട് ആ ചെയ്തെടുക്കുന്നത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് അവിടെ നിന്ന് സെയിൽ ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാഡിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഫോട്ടോസ് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് 3Dയിലൊക്കെ വരയ്ക്കാൻ പറ്റും. അതുപോലെ പല കാര്യങ്ങളും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഡിസ്പ്ലേ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല കളറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ കളറിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മൗണ്ടൻ സ്റ്റോൺ എന്ന് പറയുന്ന ആ കടയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് വിസിറ്റ് ചെയ്തു. ആ സമയത്താണ് നമുക്ക് മനസ്സിലായത് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോണുകൾ മാത്രമല്ല, പെബിൾസ് കൊണ്ട് പല കളറിലുള്ള പെബിൾസുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. എല്ലാ തരം പെബിൾസുകളും അവിടെ കിട്ടാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടപ്പോഴത്തേക്കാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. അതിനകത്തുള്ള പല സ്റ്റോണുകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ സ്റ്റോണുകൾ മാത്രമല്ല, ക്ലാഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈലുകളും സ്റ്റോണുകളുടെ രൂപത്തിലുള്ളത് അവിടെ അവൈലബിൾ ആണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നോക്കിയപ്പോഴത്തേക്കാണ് ഡിസൈൻ വർക്കുകൾ ചെയ്ത സ്റ്റോണുകൾ വരെ അവിടെ അവൈലബിൾ ആണ്. ഡിസൈൻ വർക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പൂവിൻ്റെയും ഇലയുടെയും ഒക്കെ ഡിസൈനുകളിലുള്ള ഡിസൈൻ വാൾ ടൈലുകൾ അല്ലെങ്കിൽ ക്ലാഡിംഗ് ടൈലുകൾ ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, അവിടെ വേറൊരു പ്രത്യേകത കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോണുകൾ ചെയ്യുന്ന സമയത്ത് അവിടെ പോളിഷ്ഡ് ആണോ അല്ലെങ്കിൽ അൺപോളിഷ്ഡ് ആണോ അങ്ങനെയുള്ള ഡീറ്റെയിലുകളെല്ലാം അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ലാറ്ററേറ്റ് എന്ന് പറയുന്ന ബ്രിക്കിൻ്റെ അതേ സെയിം കളറിലുള്ള മെറ്റീരിയലുകളെല്ലാം അവിടെ അവൈലബിൾ ആണ്. ഇതുകൂടാതെ വരുന്നതാണ് അവിടെ നമുക്ക് ഗമ്മുകളെല്ലാം, ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോൺ ഒട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള ഗമ്മുകൾ, അതുപോലെ തന്നെ എൻ്റെ പോളിഷുകൾ, അങ്ങനെ എല്ലാ മെറ്റീരിയലുകളും അവിടെ അവൈലബിൾ ആണ്. ആ നാച്ചുറൽ സ്റ്റോൺ നമ്മൾ നോക്കിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന കാര്യം നമുക്കറിയാം, ഇത് നാച്ചുറൽ സ്റ്റോൺ ആണോ അതോ ഇത് സാധാരണ ടൈലാണോ, അങ്ങനെ പല വ്യത്യാസങ്ങളും നമുക്ക് കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത പല തരത്തിലുള്ള ടൈലുകളും സ്റ്റോണുകളും ഒക്കെ ഇപ്പം ശരിക്കും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിത് അവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നാച്ചുറൽ ആണോ അതോ ഇത് ടൈലാണോ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കണ്ടീഷനുകളും നമ്മൾ അവരോട് സംസാരിച്ചിട്ട് ആണ് അവിടെ നമ്മൾ സെലക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ നമുക്കവിടെ ഈ പറയുന്ന പോലെ ടൈലിംഗ് വർക്ക് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ടൈലിംഗ് വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചെറിയ ടൈലുകളുണ്ട്, വളരെ ലൈറ്റായിട്ടുള്ള കനം കുറഞ്ഞിട്ടുള്ള ടൈലുകളുണ്ട്, എന്നാലും നല്ല തിക്നെസ് ഉള്ള ടൈലുകളുണ്ട്. ഇത് കൂടാതെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലിൽ വീതി കുറഞ്ഞതുണ്ട്, വളരെ വീതി കുറഞ്ഞ 2 ഇഞ്ചുണ്ട്, 1 ഇഞ്ചിൻ്റെയൊക്കെ ടൈലുകളുണ്ട്. പിന്നെ മെഷിൽ ഒട്ടിച്ചിട്ട് ടൈലിൻ്റെ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ഒരടി ടൈലിൻ്റെ ഷേപ്പിൽ വളരെ ചെറിയ പീസുകൾ ഒട്ടിച്ച് മെഷിൽ ഒട്ടിച്ച് വരുന്ന ടൈലുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ തരം ടൈലുകളും ഈ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ പടത്തിലൊക്കെ വരച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ ടൈൽ അവൈലബിൾ അല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ടൈൽ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോപ്പിൽ പോയിട്ട് നമ്മൾ വൃത്തിയായിട്ട് അവിടെയൊക്കെ എല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ടൈലുകൾ നമ്മൾ 3D എടുത്ത് വരച്ചാലും ആ 3D എടുത്ത് വരച്ചിരിക്കുന്ന ടൈലുകൾ നമുക്ക് ലോക്കലായിട്ട് അല്ലെങ്കിൽ ആ ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. കാര്യം അല്ലെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം ടൈലുകൾ അവർ തന്നെ നമുക്ക് കാണിച്ചു തരും, ഫോട്ടോസ് കാണിച്ചിട്ട് ഇത് അവൈലബിൾ ആണ്, പക്ഷേ അത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ സ്റ്റോക്ക് വേണമെങ്കിൽ അവർ അതിനനുസരിച്ച് നമുക്ക് എടുത്തു തരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇതുകൂടാതെ പേപ്പർ ടൈലുകളായിട്ടുള്ള നമ്മൾ പറയുന്ന ബാംഗ്ലൂർ സ്റ്റോണുകൾ, അങ്ങനെയുള്ള സ്റ്റോണുകളും അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ലേബർ അവിടെ ചെയ്യുന്നില്ല. ഇതെല്ലാം ലേബർ നമ്മൾ പ്രത്യേകം ചെയ്യണം. അവർ മെറ്റീരിയൽ മാത്രമേ സപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ മൗണ്ടൻ സ്റ്റോണിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇട്ടേക്കാം. കാര്യം ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. കാര്യം നല്ലൊരു ഷോപ്പാണ് ഞാൻ കണ്ടിട്ട്. എന്തായാലും ഇതുപോലുള്ള ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.